ചില തർക്കരോഗികളുണ്ട്. അവരെവിടെ ചെന്നാലും തർക്കവും വാദമായിരിക്കും. എല്ലാത്തിനും അഭിപ്രായ വ്യത്യാസമായിരിക്കും. ഇങ്ങനെയുള്ളവരെ കൂട്ടത്തിൽ കൊണ്ടു നടക്കാൻ വലിയ പാടാണ്. എല്ലാത്തിനും നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. അവനാപ്പോൾ നെഗറ്റീവിൽ കയറി പിടിക്കും. എന്നിട്ട് അതിന് കിടന്നൊരു ബഹളം ഉണ്ടാക്കലും ഒച്ചപ്പാടും അങ്ങനെ ഇങ്ങനെ ഞാൻ ജയിക്കും, നീ തോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും. ഈ ഒരു ബലഹീനത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാറണേ. നമ്മൾ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതിന് തർക്കിച്ച് ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്നുള്ള തരത്തിൽ പോകുന്നത് ജീവിതത്തിൽ പരാജയമായിരിക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ് എന്ന് ഇടയ്ക്ക് പറയുന്നത് നല്ലതാണ്. എപ്പോഴും എല്ലാത്തിനും തർക്കം വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡുകൾ കണ്ടുപിടിക്കുന്നതും നല്ലതാണ്. ഇനി ഇന്ന നെഗറ്റീവ് സൈഡുണ്ട്, ഇന്ന പോസിറ്റീവ് സൈഡ്, രണ്ടും നമ്മളൊന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് ഒരു ജീവിതത്തിൽ ഓരോരുത്തരെ ഗൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത്. ഏത് വിഷയത്തെ എടുത്തു കഴിഞ്ഞാലും അമ്മയെ തല്ലിയാലും 2 അഭിപ്രായം എന്ന് പറഞ്ഞ മാതിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷേ എന്നാൽ തന്നെയും അവിടെ ഒരു പൊതുവായിട്ടുള്ള തരത്തിലേക്ക് തിരിച്ചു വരണം, പൊതു കൺക്ലൂഷനിലേക്ക് വരണം. അല്ലാതെ ചുമ്മാ തർക്കിച്ചുകൊണ്ടിരുന്നാൽ ഉപകാരമില്ല. കർത്താവ് ഇങ്ങനെയുള്ള മക്കളെ അങ്ങ് സന്നിധി സമർപ്പിക്കുന്നു. തർക്ക രോഗികളെ കർത്താവെ അങ്ങ് സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, മനസ്സിനെ ശാന്തമാക്കണമേ. അവരുടെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്നായിരിക്കും അവരുടെ അധരങ്ങൾ സംസാരിക്കുന്നത്. അവരുടെ ബലഹീനതകളെ പാറ്റി സുഖപ്പെടുത്തണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുവും ശിയായിരിക്കും സ്തുതിയായിരിക്കും.